വളരെ സിമ്പിളായിട്ട് മോര് കാച്ചിയെടുത്താലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും 2 വറ്റൽമുളകും ഇത്തിരി ഉലുവയും ജീരകവും കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിനകത്ത് കുറച്ച് തേങ്ങയും ഒരു വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പുളിയുള്ള മോര് കാച്ചാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ. പിന്നീട് ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും ജീരകവും ഇട്ട് കൊടുക്കാം. അതിനുശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും തൈരോട് ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഈ കടുക് വറുത്തതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പുപൊടിയിട്ട് തിളപ്പിക്കാതെ ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി, വലുതായിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഉപ്പിട്ട് അപ്പോൾ ഇവിടെ മോര് കാച്ചിയത് റെഡി.